CPM-ഉം ഇടതു മുന്നണിയും അസ്തമിച്ചെന്ന് കരുതിയിരിക്കുന്നവർക്ക് അവരുടെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്, തോട്ട് പ്രോസസ്സുകളാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. തോറ്റതിന് തൊട്ടടുത്ത നിമിഷം മുതൽ സി ദിവാകരനും പി ജയരാജും അടക്കമുള്ള നേതാക്കൾ വന്നിട്ട് ഈ നാട്ടിൽ പറയുന്നത് UDF-ൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർ പൊട്ടിത്തെറിച്ച് 4 വാർഡ് സ്പ്ലിറ്റ് ആയി പോകുന്നത് പോലെയല്ല. കൃത്യമായി സ്വരാജ് ഇന്നലെ MV നികേഷ് കുമാറിനോട് പറഞ്ഞതുപോലെ എന്താണ് ഈ പാർട്ടിയുടെ പ്രശ്നമെന്ന് ഇഴകീറി പരിശോധിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. ഒരുപക്ഷെ ഗോവിന്ദൻ മാഷിന് മാറി നിൽക്കേണ്ടി വന്നേക്കാം നേതൃസ്ഥാനത്ത് നിന്ന് എന്നുള്ളതാണ്. പിണറായി കൃത്യമായി ഒരു MLA ആയി മാറി. ഇനി പിണറായി പറയുന്നത് പാർട്ടി കേൾക്കുമെന്നുള്ളതിൽ നിന്ന് മാറി പാർട്ടി പറയുന്നത് പിണറായിയും കേൾക്കേണ്ടി വരുമെന്ന രീതിയിലേക്ക് ഇരുട്ടി വെളുത്തപ്പോ ഇടത് രാഷ്ട്രീയമെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷും മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒതുക്കപ്പെട്ടു എന്ന് നിഷ്പക്ഷമതികൾ ചിന്തിച്ചു പോയ, പ്രായം കൊണ്ട് നിബന്ധന വ്യവസ്ഥകൾ കൊണ്ടൊക്കെ മാറി നിൽക്കേണ്ടി വന്ന നേതാക്കന്മാർ ഇനി കൃത്യമായി വരും. ആരെയും ചവിട്ടാനോ ഞങ്ങൾ ഒതുങ്ങിപ്പോയി എന്ന് വീണ്ടും പരസ്യ വിഴിപ്പലക്കലുകൾക്കോ അല്ല, ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ, ഈ പാർട്ടിയെ ജനപക്ഷത്തെത്തിക്കാൻ, ശക്തമായ പ്രതിപക്ഷമായിരിക്കാൻ ഇപ്പോഴും വലതു മുന്നണിയുടെ ഉള്ളു പിടയ്ക്കുന്നുണ്ടാവും. ഈ മുഖ്യമന്ത്രി കസേര ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് തട്ടിക്കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ഭരണം തുടങ്ങുന്ന ആദ്യ പകലിൽ തുടങ്ങും ഇവിടത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദവും ശക്തിയും എന്താണെന്ന് നിങ്ങൾ അറിയാൻ. അതിനു വേണ്ടിയുള്ള കോപ്പുകൂട്ടലുകളാണ് ഇടതുപാളയത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് 100% ഉറപ്പിച്ചു പറയാം. ഗോവിന്ദൻ മാഷ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പി ജയരാജനെ പോലെയുള്ള, M സ്വരാജിനെ പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ചോളൂ, ഒതുക്കിയെന്ന് നിഷ്പക്ഷമതികളും ഈ നാടും അറിയാതെ വിശ്വസിച്ചു പോയ നേതാക്കന്മാർ തിരിച്ചു വന്നിട്ട് കൃത്യമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നതോടുകൂടി ജനപക്ഷം ഒരു ശബ്ദമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഒതുങ്ങിയിരിക്കുകയല്ല ഈ പാർട്ടി, കൃത്യമായി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ്. 10 വർഷം കേരളം കണ്ടത് ഏറ്റവും നല്ല ഭരണമാണെന്നുള്ളതിന് ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്തതുപോലെ പല ഘടകങ്ങൾ ഈ പാർട്ടിയെ പിന്നോട്ട് കൊണ്ടുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷം എന്നൊക്കെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് എന്ന് ഈ നാട് വിലയിരുത്തിയിട്ടുള്ളത് പോലെ തന്നെ ഇനിയും പ്രതിപക്ഷത്ത് ശക്തമായി ഒരു 5 വർഷം കൂടി ഉണ്ടാകാൻ പോകുന്നു. സാധാരണക്കാരുടെ ജീവിതങ്ങൾ വലിയ ശബ്ദത്തിൽ നിയമസഭയിലും ഈ നാടിലും പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കും.